കാഫിർ പോസ്റ്റ് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പി ജയരാജന്റെ വിശ്വസ്തൻ മയിൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജ് അഡ്മിൻ. പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കും 5 വർഷത്തോളം ജയരാജന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് മനീഷാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ മനീഷ്. പോസ്റ്റ് ഷെയർ ചെയ്തത് മനീഷാണെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. സുനിൽ ഐസക് വിവരണവുമായി ചേരുന്നു. സുനിൽ, ഈ വിവാദം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പേജുകളെ MV ജയരാജൻ ജില്ലാ സെക്രട്ടറി തള്ളി പറഞ്ഞിരുന്നു. അപ്പോഴും പി ജയരാജൻ മൗനം പാലിക്കുകയായിരുന്നു. ഇതാണോ കാരണം? അതിനു മുമ്പ് ഈ അമ്പാടിമുക്ക് സഖാക്കളുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തളാപ്പിലാണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അപ്പുറത്താണ് അമ്പാടിമുക്ക് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. BJP-യുടെയും RSS-ന്റെയും ഒരു ശക്തമായ പോക്കറ്റുകളിലൊന്നായിരുന്നു അമ്പാടിമുക്ക്. അവിടെ നിന്നാണ് ഒരു സംഘം ആളുകൾ BJP-യുടെ ജില്ലാ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് CPM-ലേക്ക് എത്തുന്നത്. ആ സമയത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു. മാത്രമല്ല ആ സമയം എന്ന് പറയുന്നത് OK വാസുവും അശോകൻ അടക്കമുള്ള ആളുകൾ CPM-ലേക്ക് എത്തി വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒരു സമയമൊക്കെയാണ്. ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ ഈ അമ്പാടിമുക്കിൽ നിന്നെത്തിയ BJP പ്രവർത്തകരുടെ CPM പ്രവേശവും വലിയ തോതിൽ ആഘോഷമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് പിന്നീട് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവർ പ്രധാനമായും ചെയ്തിരുന്നത് ഒരു പി ജയരാജൻ പ്രൊമോഷനായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയാൻ കഴിയുന്നത്. കാരണം അവർക്ക് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വലിയ തോതിൽ ആക്സസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരാണ് പി ജയരാജനെ കൃഷ്ണനായി ചിത്രീകരിച്ച് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതും പി ജയരാജൻ്റെ പരിപാടികളിൽ പി ജയരാജൻ്റെ രൂപം ആലേഖനം ചെയ്ത ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ വിതരണം ചെയ്തതും അങ്ങനെ ഒപ്പം നേരത്തെ നമുക്കറിയാം കണ്ണൂരിലുണ്ടായിരുന്ന ഗണേശോത്സവം CPM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നിൽ നിന്നതുമൊക്കെ ഈ അമ്പാടിമുക്ക് സഖാക്കളാണ്. പിന്നീടാണ് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് വരുന്നത്. ആ പേജ് പ്രധാനമായും CPM-ന്റെ ഒരു പ്രൊമോഷൻ ഗ്രൂപ്പ് എന്നതിനപ്പുറത്തേക്ക് പി ജയരാജൻ്റെ ഒരു പ്രൊമോഷൻ ഗ്രൂപ്പ് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് ആ സമയത്ത് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന മനീഷ് മനോഹരൻ എന്ന മയ്യിൽ സ്വദേശിയാണ്. മനീഷ് ഏറെക്കാലം ഇവിടെ MB ഓഫീസിലെ ജീവനക്കാരനായിരുന്നു. അതിനുശേഷമാണ് പി ജയരാജൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ വേതനം കൊടുത്ത് തന്നെ പാർട്ടി സോഷ്യൽ മീഡിയ പ്രൊമോഷനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ് മനീഷ്. പിന്നീട് പി ജയരാജൻ വടകരയിൽ മത്സരിക്കുന്ന സമയത്തൊക്കെ പി ജയരാജന് വേണ്ടി സജീവമായി രംഗത്തുണ്ടായിരുന്നു. പി ജയരാജൻ്റെ പ്രസംഗങ്ങൾ, പിന്നെ അതുപോലെ വാർത്താ സമ്മേളനങ്ങൾ അതൊക്കെ ലൈവ് ചെയ്യുക, അതുപോലെ പി ജയരാജനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ അതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. പക്ഷേ പിന്നീട് വടകര തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ പരാജയപ്പെടുന്നു. അതിനുശേഷം മനീഷ് അടക്കമുള്ള അന്ന് ഈ പി ജയരാജൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു വൃന്ദം, അവരിൽ പലരും പിന്നീട് ഈ പാർട്ടി ഓഫീസിൽ നിന്ന് അകലുകയും പാർട്ടി ഓഫീസുമായിട്ടുള്ള അവരുടെ സജീവമായ ബന്ധം ഒഴിവാക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല പിന്നീട് ഈ അമ്പാടിമുക്കിൽ നിന്ന് പാർട്ടിയിലേക്ക് എത്തിയ ആളുകളൊക്കെ അതിൽ ഭൂരിഭാഗം ആളുകളും പാർട്ടി വിട്ടുപോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജന് സീറ്റ് നിഷേധിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അന്ന് ഈ അമ്പാടിമുക്ക് സഖാക്കളുടെ പ്രധാനി എന്ന് പറയുന്ന ധീരജ് അടക്കമുള്ള ആളുകൾ CPM വിട്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഈ പേജ് അപ്പോഴും സജീവമായി നിലനിന്നു. ആ പേജിൽ പലപ്പോഴും പി ജയരാജന് അനുകൂലമായി വലിയ തോതിൽ പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത്